നരേന്ദ്ര ദബോൽക്കർ വധക്കേസിൽ മുഖ്യ സൂത്രധാരനെന്ന് CBI കണ്ടെത്തിയ ആൾ ഉൾപ്പെടെ 3 പ്രതികളെ പൂനെയിലെ UAPA കോടതി വെറുതെ വിട്ടു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള 2 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2013 സാമൂഹിക പ്രവർത്തകൻ നരേന്ദ്ര ദബോൽക്കറെ ബൈക്കിലെത്തിയ 2 പേർ വെടിവെച്ച് കൊലപ്പെടുത്തി. അന്ധവിശ്വാസം തുടച്ചു നീക്കാൻ മുന്നിട്ടിറങ്ങിയ ഡോക്ടർ നരേന്ദ്ര ദബോൽക്കറെ വെടിവെച്ചു കൊന്ന കേസിൽ 11 വർഷത്തിന് ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ബൈക്കിലെത്തി വെടിവെച്ച 2 പേർ മാത്രം കുറ്റക്കാർ. സൂത്രധാരരെന്ന CBI കണ്ടെത്തിയ 2 പേരും തെളിവ് നശിപ്പിച്ചെന്ന് കണ്ടെത്തിയ അഭിഭാഷകനും കുറ്റവിമുക്തരായി. 2013 ഓഗസ്റ്റിലാണ് അന്ധാശ്രദ്ധ നിർമൂലൻ സമിതി സ്ഥാപകൻ നരേന്ദ്ര ദബോൽക്കർ കൊല്ലപ്പെട്ടത്. പ്രഭാത സവാരിക്കിടെ ബൈക്കിലെത്തിയ 2 പേർ വെടിവെച്ചു. ആദ്യം പോലീസും പിന്നീട് CBIയുമാണ് അന്വേഷിച്ചത്. സനാതൻ സംസ്ഥ എന്ന തീവ്ര ഹിന്ദു സംഘടനയുടെ പങ്ക് CBI കണ്ടെത്തി. ദബോൽക്കറെ കൊന്നാൽ അദ്ദേഹത്തിന്റെ സംഘടന ഇല്ലാതാവുമെന്നായിരുന്നു സംഘത്തിന്റെ കണക്കുകൂട്ടൽ. വീരേന്ദ്ര സിംഗ് താവ്ഡെ, വിക്രം ഭാവെ എന്നിവരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് CBI കണ്ടെത്തി. ഇവരെ അറസ്റ്റ് ചെയ്തു. തെളിവ് നശിപ്പിച്ചതിന് സഞ്ജീവ് പുനലേക്കർ എന്ന അഭിഭാഷകനും അറസ്റ്റിലായി. എന്നാൽ ഇവർക്കെതിരെ തെളിവുകൾ ശക്തമല്ലെന്നാണ് കോടതി നിരീക്ഷണം. ബൈക്കിലെത്തി വെടിവെച്ചവർ ജീവപര്യന്തത്തിനൊപ്പം 5 ലക്ഷം വീതം പിഴയുമൊടുക്കണം. 24 മുംബൈ.